പരാജയം എണ്ണിപ്പറഞ്ഞ് പ്രതിരോധ മേധാവി ജനറൽ അനിൽ ചൗഹാൻ. ഓപ്പറേഷൻ സിന്ദൂറിൽ പാകിസ്ഥാൻ നേരിട്ട പരാജയങ്ങളെ പ്രതിഫലിപ്പിക്കുന്നതാണ് പുതിയ ഭരണഘടനാ ഭേദഗതികൾ. ഓപ്പറേഷനിൽ കണ്ടെത്തിയ പോരായ്മകൾ പരിഹരിക്കാൻ അയൽരാജ്യം മാറ്റങ്ങൾ വരുത്താൻ തിടുക്കം കാട്ടിയതായും അദ്ദേഹം സൂചിപ്പിച്ചു. പൂനെ പബ്ലിക് പോളിസി ഫെസ്റ്റിവലിനെ അഭിസംബോധന ചെയ്തുകൊണ്ട് ജനറൽ ചൗഹാൻ പറഞ്ഞു, പാകിസ്ഥാനിൽ കൊണ്ടുവന്ന മാറ്റങ്ങൾ, തിടുക്കത്തിൽ നടത്തിയ ഭരണഘടനാ ഭേദഗതി ഉൾപ്പെടെ ഈ ഓപ്പറേഷനിൽ അവർക്കെല്ലാം നന്നായി നടന്നില്ല എന്ന വസ്തുതയുടെ അംഗീകാരമാണ്. അവർ ധാരാളം പോരായ്മകൾ കണ്ടെത്തി. പാകിസ്ഥാൻ നാഷണൽ സ്ട്രാറ്റജി കമാൻഡും ഒരു ആർമി റോക്കറ്റ് ഫോഴ്സ് കമാൻഡും സൃഷ്ടിച്ചിട്ടുണ്ട്. പരമ്പരാഗതവും തന്ത്രപരവുമായ കാഴ്ചപ്പാടുകളിൽ നിന്ന് ഇത് അവരുടെ കഴിവുകളെ ശക്തിപ്പെടുത്തിയേക്കാം. ഈ പുതിയ ഘടനകൾ സൃഷ്ടിച്ചുകൊണ്ട് അവർ അടിസ്ഥാനപരമായി ചെയ്തത് ശക്തി കേന്ദ്രീകരിക്കുന്ന എന്നതാണ്. CDS പറഞ്ഞ കാര്യങ്ങളാണിത്. ഇന്ന് കരസേനാ പ്രവർത്തനങ്ങൾ, നാവികസേനയും വ്യോമസേനയുമായുള്ള സംയുക്ത പ്രവർത്തനങ്ങൾ, CDF വഴിയുള്ള തന്ത്രപരവും ആണവപരവുമായ കാര്യങ്ങൾ എന്നിവയുടെ ഉത്തരവാദിത്തം കരസേനാ മേധാവിക്കായിരിക്കും. റോക്കറ്റ് ഫോഴ്സ് കമാൻഡിന്റെ സൃഷ്ടി മറ്റൊരു പ്രധാന പങ്കാളി കൂട്ടിച്ചേർക്കുന്നു. ഇത് ചില തരത്തിൽ ഭൂമി കേന്ദ്രീകൃതമായ ഒരു മനോഭാവത്തെ പ്രതിഫലിപ്പിക്കുന്നുവെന്നും ജനറൽ ചൗഹാൻ കൂട്ടിച്ചേർത്തു. ഓപ്പറേഷൻ സിന്ദൂറിലും ഉറി സർജിക്കൽ സ്ട്രൈക്കുകൾ, ഡോക്ലാം ഗാൽവാൻ സംഘർഷങ്ങൾ, ബലാക്കോട്ട് വ്യോമാക്രമണം എന്നിവയുൾപ്പെടെയുള്ള മുൻ ഇടപെടലുകളിലും പഠിച്ച പ്രവർത്തന പാഠങ്ങളുമായി ചൗഹാൻ ഈ സംഭവവികാസങ്ങളെ ബന്ധപ്പെടുത്തി. പ്രത്യേകിച്ച് ഉയർന്ന പ്രതിരോധ സംഘടനയുമായി ബന്ധപ്പെട്ട നിരവധി പ്രവർത്തന പാഠങ്ങൾ ഉൾപ്പെടുത്തേണ്ടതുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. എല്ലാ സാഹചര്യങ്ങളിലും കമാൻഡ് ഘടനകളെ സ്റ്റാൻഡേർഡ് ചെയ്യാൻ ഇന്ത്യ പ്രവർത്തിക്കുന്നുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. നിർദ്ദിഷ്ട ജോയിന്റ് തിയേറ്റർ കമാൻഡുകളെ കുറിച്ച് അദ്ദേഹം പറഞ്ഞു. 2026 മെയ് 30 വരെ അഭ്യാസം പൂർത്തിയാക്കുന്നതിന് കേന്ദ്ര സർക്കാർ സമയം നീട്ടി നൽകിയിട്ടുണ്ട്. എന്നാൽ സമയപരിധിക്ക് വളരെ മുമ്പ് തന്നെ ഘടന സ്ഥാപിക്കാൻ സായുധസേന പ്രവർത്തിക്കുന്നു. തന്ത്രപരമായ ശക്തികൾ പ്രധാനമായും ആണവ ശേഷികളെയാണ് സൂചിപ്പിക്കുന്നതെന്ന് ജനറൽ ചൗഹാൻ വിശദീകരിച്ചു. പരമ്പരാഗതവും ആണവപരവുമായ ഭീഷണികളോട് ഒരുപോലെ പ്രതികരിക്കാൻ കഴിവുള്ള, ഒരു വഴക്കമുള്ളതും എന്നാൽ നിലവാരമുള്ളതുമായ കമാൻഡ് സിസ്റ്റം വികസിപ്പിക്കുന്നതിനാണ് ഇന്ത്യയുടെ ശ്രദ്ധ ഇപ്പോഴും കേന്ദ്രീകരിച്ചിരിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. ഓപ്പറേഷൻ സിന്ദൂർ താൽക്കാലികമായി നിർത്തിവെച്ചിരിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. സമീപകാല പ്രവർത്തനങ്ങളിൽ നിന്നുള്ള പാഠങ്ങൾ ഇന്ത്യയുടെ പ്രതിരോധ ആസൂത്രണത്തെയും ഉയർന്ന കമാൻഡ് ഘടനകളെയും രൂപപ്പെടുത്തുന്നത് തുടരുന്നുവെന്നും സൂചിപ്പിച്ചു. അതേസമയം പഹൽഗാം ആക്രമണത്തിന് മറുപടി നൽകുന്നതിന്റെ ഭാഗമായി 22 മിനിറ്റ് കൊണ്ടാണ് 9 ഭീകരകേന്ദ്രങ്ങൾ ഇന്ത്യ തകർത്തത്. ഇന്ത്യയുടെ കര, വ്യോമ, നാവിക സേനകൾ ചേർന്നാണ് ആക്രമണം നടത്തിയത്. പാക് പഞ്ചാബിലെ 5 കേന്ദ്രങ്ങളും പാക് അധിനിവേശ കാശ്മീരിലെ 4 കേന്ദ്രങ്ങളും ഉൾപ്പെടെയുള്ള 9 ഭീകരകേന്ദ്രങ്ങളായിരുന്നു ഇന്ത്യ ലക്ഷ്യം വെച്ചത്. ഈ കേന്ദ്രങ്ങൾ തന്നെ ആക്രമിക്കാൻ ഇന്ത്യക്ക് കാരണവും ഉണ്ടായിരുന്നു. ഇന്ത്യൻ മണ്ണിൽ നടന്ന പല ഭീകരാക്രമണങ്ങൾക്ക് പിന്നിലും പ്രവർത്തിച്ച സംഘടനകളുടെ എല്ലാം പേര് ഇവിടെയായിരുന്നു. വെബ് ഡെസ്ക് കർമ്മ ന്യൂസ്.